നിങ്ങൾ ഒരു വാർത്ത കണ്ടു കാണും. ഞാൻ എന്തേലും പല ആൾക്കാരും ചോദിച്ചു, എന്താണ് ഈ സംഭവം? സത്യമാണോ? അതായത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂര് ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. അവിടെ ഈ കാൽവറി ടെമ്പിൾ ചർച്ച് അത് ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതി എങ്ങനെ ആ വാർത്തയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് ആക്ഷൻ എടുക്കണമെന്ന്, കാരണം അതിന് ലീഗൽ പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തെലങ്കാന ഗവൺമെൻറ്, ഗുണ്ടൂർ തെലങ്കാനയിലല്ല, ആന്ധ്രയിലെ, അതേപോലെ തെലങ്കാന ഗവൺമെൻറ് പെട്ടെന്ന് അവിടുത്തെ കലക്ടർ അവിടുത്തെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിട്ട് ആ പള്ളി പൊളിച്ചു മാറ്റാൻ കലക്ടർ ഉത്തരവിട്ടു. ഇതാണ് വാർത്ത. ഇത് പല മലയാളം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ന്യൂസ് ഐറ്റമായിട്ട് പലയിടത്തും കയറി കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇതുമായിട്ട് യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പല മലയാളികൾക്കും ഇന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ആന്ധ്രയെ പറ്റിയുള്ള ഈ പെൻറ്റക്കോസ്റ്റൽ റിവൈവലിനെ പറ്റി നിങ്ങൾക്കതിൻ്റെ ബേസ് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. പക്ഷെ ഒരു 10-15 വർഷം മുമ്പ് ഈ സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്ധ്രയിൽ ഇത് പൊളിച്ചേനെ, ഉറപ്പായിട്ടും പൊളിച്ചേനെ. ഒരു 15 വർഷം മുമ്പ് ഇങ്ങനൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ആ പള്ളിക്ക് രജിസ്ട്രേഷൻ ഇല്ല, സംഭവമില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആക്ഷൻ എടുത്തിട്ട് ഈ സംഭവം നടന്നേനെ. പിന്നെ മറ്റൊരു സംഭവം, ഈ പറഞ്ഞ വാർത്ത പൂർണ്ണമായിട്ട് ഫേക്കാണ്. ഒന്നാമത് ഞാൻ കാര്യം പറയാം, എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. ഏകദേശം 3-4 വർഷം മുമ്പ് ഞാനും എൻ്റെ ഒരു തമിഴ് സുഹൃത്ത്, അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് പോയത് ബൈ റോഡ് ഈ പറയുന്ന ഗുണ്ടൂരിൽ. അതായത് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനാണ് പോയത്. എങ്ങനെയാണ് ഈ ചർച്ചുകൾ വർക്ക് ചെയ്യുന്നത്, ഗ്രാമത്തിലെ ചർച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര പേര് അവിടെ ഉണ്ട്. ഈ പറയുന്ന പോലെ ഞാൻ ഈ കാൽവറി ടെമ്പിൾ ചർച്ചിലൊന്നുമല്ല, വേറൊരു ചർച്ചുമായിട്ട് എൻ്റെ ആ സുഹൃത്തിന്, ഈ പറയുന്ന അയാളുടെ പേരൻസൊക്കെ ഗുണ്ടൂരുകാരാണ്, തമിഴരാണ്. അപ്പം പറഞ്ഞ് പുള്ളിക്ക് പരിചയമുള്ള സ്ഥലമാണ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പുള്ളി നക്കീരനിലായിരുന്നു ആ സമയത്ത്, എനിക്കറിയത്തില്ല ഇപ്പോഴ് ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു 3-4 ദിവസം കൂടെ അങ്ങ് എൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി, ഇപ്പോൾ അവിടെ ഹോട്ടലിൽ താമസിച്ചു. അടുത്ത സൺഡേ ആണ് നാളെ. അപ്പോൾ സൺഡേ പോയി കാണണം, ഈ വർഷം ഈ ആൾക്കാർ ഈ പറയുന്ന സത്യമാണ്, എത്ര പേര് കൂടുന്നുണ്ടോ ഇല്ല, എന്താണ് ഈ ഗ്രാമത്തിൽ നടക്കുന്നത്. അവിടുത്തെ ആ ഹോട്ടലിൽ താമസിച്ച് അടുത്ത ദിവസം അതിഭയങ്കര മഴ, രാത്രി ഭയങ്കര കാറ്റ്. അപ്പോൾ കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ പോക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ കാറ്റത്തൊക്കെ ഈ കാണുന്ന ചർച്ചിലെ ഈ മുഴുവൻ, കാരണം എല്ലാം ഈ വലിയ സിമെൻറ്റും കോൺക്രീറ്റും ഒന്നുമല്ല, ഈ ഷെഡുകൾ പോലെയാണ്, വലിയ അടിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഇതവിടെ കാണുമെന്നുള്ള സംശയമാണ്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കാം, കാരണം ഇവിടെ നല്ല കാറ്റടിച്ചിട്ടുണ്ട്. കാരണം ആ ടെറൈനുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് എൻ്റെ കൂടെ വന്ന ഈ ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫർ. അപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു ലോക്കൽ ജേർണലിസ്റ്റിനെ കൊണ്ട്, അതായത് ഗുണ്ടൂർ ലോക്കൽ ജേർണലിസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ഞങ്ങളവിടെ എത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയം ഏകദേശം ഒരു രാവിലെ 8-8:30 കഴിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10,000-2,000 പേരവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ ആ ഷെഡ് മുഴുവനും കാറ്റത്ത് പോയി. പക്ഷേ പിന്നീട് കണ്ടൊരു കാഴ്ചയുണ്ട്, ഈ 2,000 പേരോളം അവിടെ ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് പെട്ടെന്ന് ഈ ഉള്ള സംഭവം അതെല്ലാം കൂടെ വെച്ചിട്ട്, ഞാൻ ഇതുവരെ മാസീവ് ഓപ്പറേഷൻ കണ്ടിട്ടില്ല. 2,000 പേര് ഒരുമിച്ച് ചേർന്ന് 1.5-2 മണിക്കൂർ കൊണ്ട് അവിടെ ചർച്ച ഉണ്ടാക്കി. നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം അവരുടെ ചർച്ച പോയത് ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച, ഒരു തെലുങ്ക് പാസ്റ്ററാണ്. അവർ മറ്റു കുറച്ച് ആൾക്കാർ വണ്ടിയിൽ പോയിട്ട് ഇത് വെട്ടുന്നു, അത് വെട്ടുന്നു, അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു. ആ സംഭവം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ് കറക്റ്റ് 10-10:30 ആയപ്പോൾ അവിടെ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായതിൻ്റെ ഡെപ്ത്, എത്രമാത്രം ആൾക്കാർ അതിൻ്റെ ഇൻവോൾവാണ്. പിന്നീട് മനസ്സിലാക്കിയ സംഭവമുണ്ട്, കാരണം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ പകുതി പോലീസുകാരും വിശ്വാസികളാണ്. അവിടെയുള്ള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് അധികവും വിശ്വാസികളാണ്, പെൻറ്റക്കോസ്റ്റ് വിശ്വാസികളാണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഈ മലയാളികൾ ഇത് വായിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചർച്ചിൻ്റെ ലൈസൻസ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് ഇവർ ഈ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അഡ്വൈസ് ചെയ്തില്ല. കാരണം അവരൊക്കെ തന്നെയാണ് ഈ ചർച്ചിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസാണ്. അവരതിൻ്റെ നൂലാമാലകളും മുഴുവനും പറഞ്ഞു കൊടുക്കത്തില്ല. ലൈസൻസ് വേണം, അത് വേണം, ഇത് വേണം, അതിൻ്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ രജിസ്ട്രേഷൻ വേണം, ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന പാസ്റ്റർക്ക് ഒന്നും അറിയത്തില്ല. ഇവരെ സഹായിക്കാൻ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോലീസ് ഉൾപ്പെടെ. കാരണം ഇവരുടെ ബിലീവേഴ്സാണ്, ഇവരുടെ ചർച്ച് ഗോയേഴ്സാണ്, ചർച്ചിൽ വരുന്നവരാണ്. ഇതൊക്കെ ഞാനൊന്ന് കണ്ടതാണ്. കാരണം എവിടെ പാർക്ക് ചെയ്യണം, അത് ഇവരാണ് ചെയ്യുന്നത് മുഴുവൻ. സൺഡേ അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിക്കുക, അവർ ഈ ലൈസൻസ് ഇല്ലാതെ അവർ ചർച്ച തുടങ്ങും. അത് കോമൺ സെൻസാണ്. കാരണം ഇത്രയുള്ള ആൾക്കാർ, കാരണം അതായത് അവർ 10-15 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് ഇല്ല സംഭവം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ആക്ഷൻ എടുത്തേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്നതിന് ആ ചർച്ചയിലുണ്ട്. അവരതിൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനിവിടുത്തെ പാസ്റ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവരായി ചർച്ച നടത്തുന്നത്. കാരണം അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഈ ചർച്ച. അതുകൊണ്ട് അവരതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യുമോ. പിന്നെ അടുത്തൊരു പോയിൻ്റ് ഉണ്ട് ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഭവം. കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പല സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞ് ഫേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സുഹൃത്ത് പറഞ്ഞത്, ഏതെങ്കിലും ഗവൺമെൻറ്, ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നു, ഈ ചർച്ച പൊളിക്കൂ, അയാൾ അടുത്തൂടെ പോലും പോകത്തില്ല. അവിടെ വല്ലതും ചെന്ന് ഗവൺമെൻറ് വല്ലതും മെമ്പോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അയാളെ, കാരണം ചന്ദ്രബാബു നായിഡുവിന് അറിയാവുന്ന കാര്യമുണ്ട്, അവിടുത്തെ ഇപ്പോഴത്തെ പെൻറ്റക്കോസ്റ്റുകാരെന്ന് പറയുന്നത് വോട്ട് ബാങ്കാണ്, അവരെ തൊടാൻ പറ്റത്തില്ല. പിന്നെ അവർ ഈ പറയുന്ന പോലെ നിങ്ങളതിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊരു കാരണവശാലും ഒന്നും വയലേറ്റ് ചെയ്യാൻ പോകുന്നവരല്ല ഈ ചർച്ച നടക്കുന്നവരൊക്കെ. അവർ ഗവൺമെൻറ്റിൻ്റെ ആ ഭാഗത്ത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ നിയമം അതനുസരിച്ച് പോകുന്നവർ. പിന്നെ അനാവശ്യമായിട്ട് ഗവൺമെൻറ് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ, ഈ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നയാൾ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പോയത് അവിടെയുള്ള പെൻറ്റക്കോസ്റ്റൽ ചർച്ചിലെ ഹല്ലേലൂയയും പ്രൈസ് ലോർഡും പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഡോക്യുമെൻ്റഡാണ്, നിങ്ങൾക്ക് പോയി കാണാം. അപ്പുറത്തുള്ള ജഗൻ ആരാ, ഓപ്പോസിഷൻ, അയാൾ ഹാർഡ് കോർ പെൻറ്റക്കോസ്റ്റ്. ഇങ്ങനൊരു സംഭവം ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഒപ്പോസിഷൻ അവിടെ സ്കോർ ചെയ്യുക. അതിനുവേണ്ടി ചന്ദ്രബാബു നായിഡു തല വെച്ച് കൊടുക്കുമോ, അവിടുത്തെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് തല വെച്ച് കൊടുക്കുമോ? നിങ്ങളത് കോമൺ സെൻസിൽ ചിന്തിക്കുക. ഇതേപോലെ തന്നെയാണ് പണ്ട് പഞ്ചാബിൽ നടക്കും. ഇന്ന് പഞ്ചാബിലെ ഇതേപോലെയുള്ള ചർച്ചകൾക്കെതിരെ അവിടെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കെട്ടിടമൊന്നുമല്ല, ഇത് മേക്ക് ഷിഫ്റ്റാണ്. ഈ സംഭവം ടെൻറ്റുകൾ പോലാണ്. ഇതിവിടെ പറ്റിയില്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കൊണ്ടുപോകുന്നു. പിന്നെ ഇതിനകത്ത് ഒരു ചർച്ചിൻ്റെ ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ്റെ അത് സിമ്പിളായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ആൾക്കാർക്ക് കൂടി പ്രാർത്ഥിക്കാനും പ്രെയർ ചെയ്യാം, അത് ആര് ചോദിച്ചാലും കൊടുക്കും. പിന്നെ അവിടെ ഈ പറയുന്ന റോഡൊന്നും ബ്ലോക്ക് ആക്കരുത്, അത് സംഭവം. കാരണം പബ്ലിക് ന്യൂസൻസ് ഉണ്ടാകും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതിനകത്ത് പ്രവർത്തിക്കുന്നവർ പണ്ട് ഇതൊന്നും അറിയാത്ത, പക്ഷേ ഇപ്പോഴതിനകത്ത് എഡ്യൂക്കേറ്റഡ് ക്ലാസ്സുകളാണ് മുഴുവനും. നിങ്ങൾ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ചർച്ചയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗുണ്ടൂരൊക്കെ ചർച്ചയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ശതമാനം ആൾക്കാരും അവരുടെ മക്കളൊക്കെ അമേരിക്കയിലാണ് പഠിക്കുന്നത്. ഇവരൊക്കെ അധികം പേര് അമേരിക്ക പഠിച്ച് തിരിച്ചു വന്നു. ഇവർക്ക് എഡ്യൂക്കേറ്റഡ്, ഇവർക്ക് സംഭവ കാര്യങ്ങൾ അറിയത്തില്ലയോ. അപ്പോൾ പറയാം, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് അതിൻ്റെ ഡെപ്തും വ്യാപ്തിയും. ഇത് സിമ്പിളായിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റും? ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രൗണ്ട് വേണം, അല്ലാതെ ഏതെങ്കിലും ഒരു സംഭവം വേണ്ട ഗവൺമെൻറ് ആക്ഷൻ ഒന്നും എടുക്കത്തില്ല. പിന്നെ പണ്ട് ഇതേപോലെയൊക്കെ അവിടെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, പണ്ട് ഉണ്ടായിട്ടുള്ള സംഭവം. അവർ ഈ വർഷിപ്പ് സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര ശബ്ദ മലിനീകരണത്തൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അതൊക്കെ അടപ്പിച്ചിട്ടുണ്ട് 10-15 വർഷം മുമ്പ്. ഇപ്പോഴവിടെ ഒരു പുല്ലും നടക്കത്തില്ല. കാരണം അതിനകത്ത് കാരണം അവർ ഭയങ്കര വോട്ട് ബാങ്ക് പവർഫുള്ളാണ്, വലിയ പവർഫുള്ളാണ് അവർ. നിങ്ങൾ ആലോചിക്കുക, ഗവൺമെൻറ്റിൻ്റെ മെഷീനറിക്കകത്ത് 10-60% ഇവരുമാണ്.
ആ മിഷണറി എങ്ങനെ ഈ സംഭവങ്ങൾ അവർ നോട്ടീസ് ചെയ്തില്ലയോ? അങ്ങനെയാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നതുകൊണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, അവർക്ക് എല്ലാ സജ്ജീകരണമുണ്ട്. അപ്പോൾ എന്നാൽ ചർച്ചിൻ്റെ അവിടെ ഈ പറയുന്ന 4000 പേര് വരുമ്പോൾ ആ ചർച്ചിൻ്റെ മുൻഭാഗത്തായിട്ട് 2 ആംബുലൻസും ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്, നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അതേപോലെ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷെഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഷെഡാണ് അത്. പക്ഷെ ബാക്കിയുള്ള ആമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എത്ര ചർച്ചയിൽ കാണും ഇതോ സംഭവം. അപ്പോൾ ആ രീതിയിലാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു ഫേക്കായിട്ടുള്ള വാർത്ത, അതിങ്ങനെ പറന്നു നടന്നു, കുറച്ച് ആൾക്കാർ ഇത് എൻജോയ് ചെയ്തു. അതല്ലാതെ നിങ്ങൾ ഗ്രൗണ്ട് മനസ്സിലാക്കണം. എന്താണ് ആന്ധ്രയിൽ നടക്കുന്നത്, എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്, എന്താണ് പഞ്ചാബിൽ നടക്കുന്നത്, റിയാലിറ്റി മനസ്സിലാക്കണം. അപ്പോൾ റിയാലിറ്റി ആക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് അത് പിടികിട്ടുകയുള്ളൂ.